അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അറിയാത്ത അറിവുകൾ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അറിയാത്ത അറിവുകൾ നമ്മൾ ഓരോരുത്തരും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അറിവ് നേടാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ടെങ്കിലും യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ വഴി ഒരുപാട് അറിവുകൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചില ആളുകളുടെ ചില വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ചില വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ ഒരുപാട് നല്ല അറിവുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതുപോലെ ഒരു പുതിയ തുടക്കമാണ് അറിയാത്ത അറിവുകൾ എന്ന പേരിൽ തർബിയ മീഡിയ അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡ്. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും അറിയാത്ത കുറച്ച് അറിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ അറിയാത്ത അറിവുകൾ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒന്നാമതായി ഉണർത്തുന്നത്, നാം എല്ലാവരും അത്തഹിയാത്തിലിരിക്കുന്നവരാണ്. നിസ്കരിക്കുമ്പോൾ അത്തഹിയാത്തിലിരിക്കുമ്പോൾ നാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു ചൂണ്ടുവിരൽ ഉയർത്താറുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നാം ഒരൊറ്റ വിരൽ അള്ളാഹു ഏകനാണ് എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ചൂണ്ടുവിരൽ ഉയർത്താറുണ്ട്. അത് കിബിലയിലേക്ക് നമ്മൾ തിരിച്ച് കിബിലയിലേക്കാക്കിയിട്ടാണ് അത് നേരെ നിവർത്തിയാണ്. ചില ആളുകൾ അത് അടിയിലേക്ക് ആ വിരൽ താഴ്ത്തിപ്പിടിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ആ വിരൽ അത്തഹിയാത്തിൽ നേരെയാണ് വെക്കേണ്ടത്. ഇത് നമുക്കറിയാത്തൊരറിവാണ്. നമ്മൾ ചിലപ്പോൾ അറിയുമെങ്കിലും വിരൽ ഉയർത്തുന്നത് നമുക്കറിയാം, പക്ഷേ ഈ വിരൽ നേരെയാണോ താഴെയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് അറിവുകളാണ് ചുരുങ്ങിയ ഒരു ചെറിയൊരു വീഡിയോയിൽ നാം സംരക്ഷണം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതൊക്കെ കേട്ട് ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ നേരെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കലാണ് സുന്നത്ത്. അതല്ലാതെ ഇങ്ങനെ താഴ്ത്താൻ പാടില്ല, നേരക്കിങ്ങനെ ഉയർത്തിപ്പിടിക്കാം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ഉച്ചരിച്ചത് ഏത് വചനമാണ്? അള്ളാഹുമായി ബന്ധപ്പെട്ട അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ വചനമാണ്. അതൊരറിവാണ്. മൂന്നാമതായി ഉണർത്തുന്നത്, വെറും വയറ്റിൽ നാം വെള്ളം കുടിക്കുന്നവരുണ്ടാവും, ചായ കുടിക്കുന്നവരുണ്ടാവും. പക്ഷെ വെറും വയറ്റിൽ തേൻ കഴിക്കൽ വളരെ ശരീരത്തിന് ഉപകാരപ്പെടുന്നതാണ്. അങ്ങനെ തേൻ കഴിച്ചു കഴിഞ്ഞാൽ വാദം പോലുള്ള രോഗങ്ങൾ അതുണ്ടാവുകയില്ല എന്നാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത്. തേനൊരു ഔഷധമാണ്. ഫിഹി ഷിഫാ ഉൻ ലിന്നാസ്, അല്ലേ? ആ തേനിൽ ജനങ്ങൾക്ക് ഷിഫയുണ്ട് എന്ന് പറഞ്ഞ ആ തേന് നല്ല മധുരമുള്ളതാണ്. വെറും വയറ്റിലത് കഴിച്ചാൽ വലിയ ഗുണമാണ്. ആരോഗ്യകരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അത് ഒരറിവായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. മറ്റൊന്ന്, നാം എല്ലാവരും ചെരുപ്പ് ധരിക്കുന്നവരാണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ ആ ചെരുപ്പ് നമ്മൾ കാലുകൊണ്ടാണ് ഇടാറെങ്കിൽ നമ്മൾ വലത് കാലുമാണ് ആദ്യം ധരിക്കുക. ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ നമ്മൾ ധരിക്കുമ്പോൾ അത് വലം കൈ കൊണ്ട് നമ്മൾ അത് എടുത്തുകൊണ്ട് നമ്മൾ ഇടണം. അത് വലത് കാലിലാണ് ആദ്യം ഇടേണ്ടത്. അതേ സ്ഥാനത്ത് അത് ഊരുമ്പോഴോ ഇടത് കൈ കൊണ്ട് ഊരണം. ആ ഒരു അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മളെല്ലാവരും തലമുണ്ടനം ചെയ്യാറുണ്ട്. മൊട്ടയടിക്കുക എന്ന് പറയും. അതല്ലെങ്കിൽ മുടി മൊത്തം കളയുക. ആ മുടി മൊത്തം കളയൽ ശക്തമായ സുന്നത്തായിട്ട് വരുന്ന ചില രംഗങ്ങളുണ്ട്. അത് 3 രംഗങ്ങളിലാണ് ശക്തമായ സുന്നത്ത് മുടി മുണ്ടനം ചെയ്യുന്നത്. ഒന്നാമത്, നമ്മൾ പ്രസവിച്ച കുട്ടികളുടെ 7ൻ്റെ അന്ന് മുടി മുണ്ടനം ചെയ്യൽ സുന്നത്താണ്. അതിന് മുടിയുടെ തൂക്കനുസരിച്ച് വെള്ളിയും സ്വർണവും ദിർഹമുകളൊക്കെ നൽകുന്നവരാണ്. അത് മുണ്ടനം ചെയ്യൽ ശക്തമായ സുന്നത്താണ്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, ഹജ്ജിന് വേണ്ടി പോകുന്നവർ മുണ്ടനം ചെയ്യാറുണ്ട്. ആ ഹജ്ജിൽ നിന്ന് തഹല്ലുലാവുമ്പോഴൊക്കെ മുണ്ടനം ചെയ്യാറുണ്ട്. അത് ശക്തമായ സുന്നത്താണ്. അതുപോലെ തന്നെ ഇസ്ലാം സ്വീകരിച്ചവർ മുണ്ടനം ചെയ്യൽ ശക്തമായ സുന്നത്താണ്. ആ മുണ്ടനം ചെയ്തിട്ട് അവർ കുളിക്കൽ ഒക്കെ ശക്തമായ സുന്നത്താണ്. ഇത്രയും അറിവുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് എല്ലാവരിലേക്കും എത്തിക്കുക.
തർബിയ മീഡിയയുടെ പുതിയ എപ്പിസോഡ് നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണം, ഇതിൻ്റെ ആളുകളാകണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് ഷെയർ ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അള്ളാഹു നന്മയിലധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.